ഓർഡിനറിയായി ഒരു ജനകീയ വിപ്ലവം. നമസ്കാരം, വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകളിലേക്ക്. ചരിത്രയാത്രയ്ക്ക് തുടക്കം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സൗജന്യ യാത്ര ഔദാര്യമല്ലെന്ന് VD സതീശൻ. സാമ്പത്തിക നഷ്ടമുണ്ടായാൽ നികത്തുമെന്നും സ്വകാര്യ ബസ് മേഖല തകരില്ലെന്നും മുഖ്യമന്ത്രി. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മരിച്ചത് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. നിപ ബാധിച്ച ചികിത്സയിലുള്ള യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. മകൻ ശരൺ S കർത്ത ഹാജരായില്ല. വീണയെ ചോദ്യം ചെയ്യുക ബുധനാഴ്ച. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന CPM സംസ്ഥാന സമിതി അവലോകന റിപ്പോർട്ട് പുറത്ത്. തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വിഭാഗീയത നിഴലിച്ചുവെന്നും റിപ്പോർട്ട്. A പത്മകുമാറിനെതിരെ നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായാൽ മാത്രം അന്വേഷണമെന്ന് രമേശ് ചെന്നിത്തല. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് താർക്കുടി സെക്ടറിലേക്ക് പാകിസ്ഥാൻ വെടിവെച്ചുവെന്ന് റിപ്പോർട്ട്. തിരിച്ചടിച്ചുവെന്ന ഇന്ത്യ. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ വെള്ളിയാഴ്ച ഒപ്പിടുമെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ട്യൂണീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വീഡൻ. കേപ്പ് വെർദെക്കെതിരെ സ്പെയിൻ ഇന്ന് കളത്തിൽ. മത്സരം രാത്രി 9:30 മുതൽ. ചരിത്രത്തിൽ പുതിയ അധ്യായം രേഖപ്പെടുത്തി പ്രിയദർശിനി പ്രയാണം ആരംഭിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇന്നു മുതൽ സൗജന്യ യാത്ര. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെയും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെയും ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാണ് ഇത്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ സൗജന്യ യാത്ര ഔദാര്യമല്ലെന്നും അഭിമാനമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. പുരുഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു പുരുഷ വിരോധി ഒന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവർ യാത്ര ചെയ്യുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റോ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി അവിടെ പോകും. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ. ഗതാഗത മന്ത്രിയിലും അദ്ദേഹത്തിന്റെ ടീമിലും വിശ്വാസമുണ്ടെന്നും KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നും സതീശൻ പറഞ്ഞു. പരിപാടിയിൽ മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഉദ്ഘാടനശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ബസ്സിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവിധ ജില്ലകളിൽ സ്ത്രീകൾക്കായുള്ള KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കൊല്ലത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. പദ്ധതിയുടെ പ്രവർത്തനം വിശദമായി പഠിച്ചു വിലയിരുത്തിയ ശേഷം കൂടുതൽ കാര്യക്ഷമമായും മികവോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ഡിപ്പോയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും പ്രിയദർശിനി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. കടുത്തുരുത്തിയിൽ മന്ത്രി മോൻസ് ജോസഫും ചങ്ങനാശ്ശേരിയിൽ മന്ത്രി റോജി എം ജോണും പദ്ധതിയുടെ നിയോജകമണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ യാത്രികർക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി പ്രിയദർശിനിയുടെ ആലപ്പുഴ ഡിപ്പോയിലെ ഉദ്ഘാടനം AD തോമസ് MLA നിർവഹിച്ചു. KPC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് നിർവഹിച്ചു. തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ യാത്രികർക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് VK മിനിമോൾ, മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP നിർവഹിച്ചു. കോഴിക്കോട് നിന്ന് പായമ്പ്ര വരെ പോകുന്ന ബസ്സാണ് ഉദ്ഘാടന സർവീസ് നടത്തിയത്. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. പാലക്കാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലായിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത്. ഉദ്ഘാടനത്തിനു ശേഷം പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് നടന്ന യാത്രയിൽ നിരവധി സ്ത്രീകൾ ഭാഗമായി. പാട്ടുപാടി കൈകൊട്ടി താളമിട്ട് KSRTC പ്രിയദർശിനി വനിതാ സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്ത് നഞ്ചിയമ്മ. മണ്ണാർക്കാട്, കല്ലടിക്കോട്, കോങ്ങാട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നഞ്ചിയമ്മ നിർവഹിച്ചു. മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കണ്ണൂരിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് MLA TO മോഹനൻ നിർവഹിച്ചു. പയ്യന്നൂർ ഡിപ്പോയിൽ നടന്ന പരിപാടി V കുഞ്ഞികൃഷ്ണനും തലശ്ശേരിയിൽ PK നൂറ നാസറും ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിൽ 182 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സൗജന്യയാത്രയുടെ പ്രചരണ പരിപാടികളിൽ തന്റെ ചിത്രം അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ മേയർ P ഇന്ദിര സൗജന്യയാത്ര ഫ്ളാഗ് ഓഫ് ബഹിഷ്കരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ഡിപ്പോയിൽ കാസർഗോഡ് MLA കല്ലട്ര മായിൻ ഹാജി നിർവഹിച്ചു. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്ന 77 ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. ജില്ലയുടെ മലയോര മേഖലയായ ബന്ദർക്കയിലേക്കുള്ള ബസ്സാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്തെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിനു മുന്നേ തൃശൂരിലെ സൗജന്യ യാത്ര രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബസ് യാത്രയും നടത്തി. തൃശൂർ KSRTCയിൽ നിന്ന് ആരംഭിച്ച് തെക്കേ ഗോപുര നട വരെ ആഭ്യന്തരമന്ത്രി യാത്രികരൊപ്പം സഞ്ചരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ പുരുഷന്മാർക്ക് സൗജന്യ യാത്രയൊരുക്കി സ്വകാര്യ ബസ് ഉടമയുടെ പ്രതിഷേധം. മാഞ്ഞാലി ആലുവ റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ ഡേവിസാണ് പുരുഷ യാത്രക്കാർക്കായി ഒരു ദിവസത്തെ സൗജന്യ യാത്ര അനുവദിച്ചത്. സ്വകാര്യ ബസ് ഉടമകളെ കേൾക്കാതെയാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഡേവിസ് പറയുന്നു. പൊതുഗതാഗത മേഖലയുടെ വളർച്ചയ്ക്കും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനും ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബസ്സുടമ ഡേവിഡിന്റെ വ്യത്യസ്ത പ്രതിഷേധം. രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെയുള്ള 7 ട്രിപ്പുകളിലും പുരുഷന്മാർക്ക് യാത്ര സൗജന്യമാണ്. ആലുവ മാഞ്ഞാലി റൂട്ടിലാണ് ഡേവിഡിന്റെ ലിറ്റിൽ ഫ്ലവർ ബസ് സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകളെ കൈവിടാതെ KSRTCയിലെ സൗജന്യ യാത്ര ഒഴിവാക്കി തന്റെ ബസ്സിൽ യാത്ര ചെയ്ത എല്ലാ വനിതാ യാത്രക്കാർക്കും ബസ്സുടമ മധുരം നൽകി അനുമോദിച്ചു. ഈ സ്വകാര്യ ബസ്സുകളെ അല്പം പോലും പരിഗണിക്കാതെയാണ് ഈ തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം KSRTCയിൽ കൊടുത്തത്. ഞങ്ങളതിനെതിരല്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സർവീസുകൾ നാളെ ഇല്ലാതെയാവും. അവർക്ക് മധുരപലഹാരം കൊടുക്കണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KSRTCന് പാരലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ സെയിം പാരലുണ്ട്. അതിനകത്ത് കയറാതെ ഈ ബസ്സിൽ ഇന്നലെ വരെ കയറിയ ആളുകളാണ്. അവർ കയറുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യണ്ടേ? ആ ഒരു സന്തോഷമാണ് അവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അതേസമയം സൗജന്യ യാത്ര താല്പര്യമില്ലെന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിലെ ചില പുരുഷ യാത്രക്കാർ അഭിപ്രായപ്പെട്ടു. സൗജന്യ യാത്ര വലിയ താല്പര്യമില്ല. പൈസ കൊടുത്ത് പോകാനൊരു ഇഷ്ടം. അത് മുതലാളിമാർക്ക് നഷ്ടമാണത്. ട്രാൻസ്പോർട്ടിനും ഭയങ്കര നഷ്ടമാണത്. സ്ത്രീകൾക്ക് പ്രൈവറ്റ് ബസ്സിനെ തകർക്കാൻ വേണ്ടി സർക്കാർ കണ്ടെത്തിയൊരു വഴിയാണത്. ഞങ്ങൾക്ക് കാശ് കൊടുത്ത് പോകാൻ തന്നെ താല്പര്യം. പരമാവധി ഞങ്ങൾ KSRTC ബസ്സിനെ ഒഴിവാക്കി പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പുരുഷനും സ്ത്രീക്കും ഒരേ നീതിയാണ്. പിന്നെ അവർക്ക് മാത്രം പ്രത്യേകത. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടി ഏർപ്പെടുത്തിയത് സ്വകാര്യ ബസ് സർവീസുകളെ ഇല്ലാതാക്കുമെന്നാണ് വിമർശനം. മാത്രമല്ല, വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും ഉടമകൾ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകളുടെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. അമൃത ന്യൂസ്, കൊച്ചി.
കോട്ടയത്ത് മഹിളാ മോർച്ച പ്രവർത്തകരും KSRTC ബസ് യാത്രക്കാരുമായി വാക്കേറ്റം. പ്രിയദർശിനി പദ്ധതിയിൽ മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു വാക്കേറ്റം. കോട്ടയം KSRTC ഡിപ്പോയിൽ ബസ്സിനുള്ളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് യാത്രക്കാരുമായി വാക്കേറ്റത്തിന് ഇടയാക്കിയത്. ഞങ്ങൾക്ക് സൗജന്യ യാത്രയുണ്ടോ? എവിടെയാ? ഒറ്റ കാര്യം, ഇലക്ഷൻ സമയത്ത് എല്ലാ ബസ്സുകളിലും ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണ് ഇവർ വോട്ട് പിടിച്ചതും വോട്ട് നേടിയതും. സംസ്ഥാനത്ത് ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. അതേസമയം കോഴിക്കോട് നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 43-കാരൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. പനിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജൂൺ 12-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. 68 ഷിഗല്ല കേസുകളാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ICUവിൽ കഴിയുന്ന 3 കുട്ടികളിൽ ഒരാളുടെ നിലയും ഗുരുതരമായി തുടരുകയാണ്. നിപ്പ ബാധിതനായി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന 43-കാരനും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വിദേശത്ത് നിന്ന് എത്തിച്ച റെംഡിസിവിർ മരുന്ന് രോഗബാധിതന് നൽകി. ജൂൺ 12-ാം തീയതിയിൽ മോണോക്ലോണൽ ആന്റിബോഡിയും നൽകിയിരുന്നു. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. 3 പേർ കൂടി പുതിയതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം 103 ആയി. രോഗം റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ ഡിവിഷൻ 5-ലെ 320 വീടുകളിലെ 1047 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയും നടത്തി. ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പോലെ നിപ പടർന്നു പിടിച്ചിട്ടില്ല എന്ന ആരോഗ്യമന്ത്രി K മുരളീധരൻ. നിപ രോഗിയുടെ സ്ഥിതി അതേ നിലയിൽ തുടരുന്നുവെങ്കിലും മറ്റ് ആശങ്കകൾക്ക് വകയില്ല. ഷിഗല്ല കേസുകൾ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷിഗല്ല പ്രതിരോധത്തിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും K മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. കൺട്രോൾഡാണ്, കാര്യമായിട്ട് ആശങ്കയ്ക്ക് വകയില്ല. നിപ്പ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുകയാണ്. ഷിഗല്ല ഇപ്പോൾ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി. ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, അത് മാത്രമേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്നലെ നൽകി കഴിഞ്ഞു. ഇല്ല, അതൊക്കെ ഞങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഈ നിപ പടർന്നിട്ടില്ല. അത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ കാരണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായവരെ ഒന്നും പടർന്നു പിടിച്ചിട്ടില്ല. ഇത്തവണ അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരെയും ജീവനക്കാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇത്രയും ഈ ഒരു പടരാൻ സാധ്യതയുള്ള രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റുകൾ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നും CPM-ന്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വിമർശനം. ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രകടമായി എന്ന അവലോകനവും റിപ്പോർട്ടിൽ ഉണ്ട്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഈ നിമിഷം വരെയും CPM എന്ന പാർട്ടി എത്രത്തോളം അംഗീകരിച്ചു തരും എന്നറിയില്ല ഇത്തരത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ അണികളിൽ നിന്നടക്കം താഴെ തട്ടിൽ നിന്ന് വന്ന ഈ റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടായി അതിൻ്റെ ഒരു എൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ആ പോയിന്റുകൾ വളരെ കൃത്യമാണ്. കൃത്യമായ വീഴ്ചകൾ കണ്ണൂരിൽ ജില്ലാ നേതൃത്വത്തിന് പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും. തീർച്ചയായും സ്വപ്ന, അങ്ങനെ തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ എല്ലാവരോടും എല്ലാ ഘടകങ്ങളോടും പറഞ്ഞിരുന്നു. എന്തൊക്കെ വിമർശനമുണ്ടോ അതൊക്കെ തന്നെ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ തന്നെ പറയണമെന്ന് സംസ്ഥാനത്തെ താഴെത്തട്ടിലെ എല്ലാ ഘടകങ്ങളോടും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ജില്ലാ ഘടകങ്ങളിലും ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ബ്രാഞ്ച് തലങ്ങളിലും ഒക്കെ തന്നെ വിമർശനം നടന്നപ്പോൾ ലോക്കൽ കമ്മിറ്റികളിലടക്കം തന്നെ കടുത്ത വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനം റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പല വിമർശനങ്ങളും
ഉൾപ്പെടുത്താതെയാണ്. കാരണം കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് സംസ്ഥാന സെക്രട്ടറിക്കും പിണറായി വിജയനുമെതിരെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയും ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ടിൽ പല വിമർശനങ്ങളും ഉൾപ്പെടുത്താതെ അത് സംസ്ഥാന സമിതിക്ക് വിടുകയും സംസ്ഥാന സമിതി അതിൽ അങ്ങനെ പോരാ, വിമർശനങ്ങൾ പലതും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വിമർശിക്കുകയും പിന്നീട് ആ തിരുത്തലുകൾ വരുത്തുകയുമൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ വാർത്തയായി കൊടുത്തതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ തിരുത്തിയ അവലോകന റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത്, അതിൻ്റെ ചില ഘടകങ്ങളാണ്, ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രസക്ത ഭാഗങ്ങൾ എടുത്തു പറയേണ്ടത് പയ്യന്നൂരും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ച പറ്റിയിരുന്നു. ഇതൊരിക്കലും സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഇതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുമ്പോഴൊക്കെ നമ്മൾ ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊന്നും തന്നെയും അത്തരത്തിലുള്ള പരാമർശങ്ങളോ വിമർശനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് MV ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ അവലോകന റിപ്പോർട്ടിൻ്റെ പകർപ്പുകൾ പുറത്തു വരുമ്പോഴാണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ച പറ്റി. ജില്ലാ ഘടകത്തിന് ആ പാളിച്ചയും വീഴ്ചയും പറ്റിയപ്പോൾ അത് തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല കണ്ണൂരിലെ ജില്ലാ ഘടകങ്ങളിലൊക്കെ തന്നെയും പല രീതിയിൽ അവിടെ വിമത പ്രശ്നങ്ങളും ഒപ്പം തന്നെയും പാർട്ടിക്കുള്ളിൽ ചില ആഭ്യന്തര ഉൾപ്പാട്ടി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പ്രകടമായി പുറത്തു വന്നപ്പോൾ പോലും അത് തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോയി. ഇതടക്കമുള്ള കടുത്ത പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയും ഈ അവലോകന റിപ്പോർട്ടിലുണ്ട്. ആ അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ വീണ്ടും താഴെത്തട്ടിൽ പോവുകയും ഇപ്പോൾ വീണ്ടും ജില്ലാ കമ്മിറ്റികളൊക്കെ ചേർന്ന് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റികളും ഒക്കെ ചേർന്ന് അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴും CPMലെ വിഭാഗീയതകൾ പ്രകടമാകുന്നുവെന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തപ്പോൾ പലരും അത് വിഭാഗീയതയുടെ ഒരു അംശം ഇപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടാണ് പലരും ചർച്ച ചെയ്തത്. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അതേ രീതിയിൽ അതുപോലെ എടുത്ത ചർച്ചകൾ പങ്കെടുത്തു. ഇങ്ങനെ അടങ്ങുന്ന രൂക്ഷമായ വിമർശനങ്ങളൊക്കെ തന്നെയും ഈ അവലോകന റിപ്പോർട്ടിലുണ്ട്. അതായത് പാർട്ടിയിൽ ഇപ്പോഴും പാളിച്ചകളും അപചയങ്ങളും ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞ് സമ്മതിക്കുന്നത് തന്നെയാണ് ഈ അവലോകന റിപ്പോർട്ട്. സ്വപ്ന, തീർച്ചയായും മൺഫിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഒരുപക്ഷെ പാർട്ടി ആരായുന്നത് എങ്കിൽ ഈ ഒരു അവലോകന റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് നടപടികൾ എടുത്തേ തീരുകയുള്ളൂ. മൺഫിൽട്ടാണ് വിശദമായ റിപ്പോർട്ടുകളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണ കേസിൽ പ്രതിയായ മുതിർന്ന CPM നേതാവ് A. പത്മകുമാറിനെതിരായ നടപടി തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം നടപടി വന്നാൽ പലതും തുറന്നു പറയാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മകുമാർ. ശബരിമല വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള പല ഉന്നതരുടെയും പേരുകൾ താൻ പുറത്തുവിടുമെന്നും പത്മകുമാർ സൂചന നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം റിപ്പോർട്ട് വരട്ടെ എന്ന് രമേശ് ചെന്നിത്തല. തന്റെ സ്റ്റാഫുകളിൽ ഒരു തരത്തിലും കേസിൽപ്പെട്ട ആളുണ്ടാകില്ല. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗുണപരമായ കാര്യമല്ല. പത്മകുമാർ ആത്മകഥ എഴുതുന്നത് നല്ല കാര്യമെന്നും രമേശ് ചെന്നിത്തല തൃശ്ശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ പത്മകുമാർ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഓൾറെഡി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. SIT പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു. ജാമ്യമെടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സ്വാഭാവിക ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് പരിശോധിക്കാവുന്നതാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. കുറ്റപത്രത്തിൽ ന്യൂനതയെങ്കിൽ പുതിയ അന്വേഷണം വേണം. പുറത്തുവരുന്ന സത്യങ്ങൾക്കനുസരിച്ച് അന്വേഷണം ഉണ്ടാകും. ഇനിയും സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും K. മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. മാസപ്പടി കേസിൽ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. നിപുണയുടെ ഡയറക്ടറാണ് ഷിബി എസ് കർത്ത. ശരൺ എസ് കർത്ത ഇന്ന് ഹാജരായേക്കില്ല. ബുധനാഴ്ചയാണ് വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നേരത്തെ ശരൺ എസ് കർത്ത ഹാജരാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഷിബി എസ് കർത്ത മകളാണ് നിപുണയുടെ ഡയറക്ടറാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു?
സ്വപ്ന CMRന്റെ കീഴിൽ തന്നെ വരുന്നൊരു കമ്പനിയാണ് നിബുന ഇന്റർനാഷണൽ. ഇതിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ തന്നെയാണ് ഷിബിയസ് കർത്ത. അതോടൊപ്പം തന്നെ ശരണസ് കർത്തയും ഈ ഡയറക്ടർ ബോർഡിലുണ്ട് എന്നുള്ളതാണ്, ഇതിന്റെ ഡയറക്ടർമാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കമ്പനി അതായത് 2016 മുതൽ ഷിബിയസ് കർത്ത ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിച്ചു വരികയാണ്. ഈ കമ്പനിയിൽ നിന്ന് തന്നെ അതായത് വലിയ തരത്തിൽ ഷെയർ മാർക്കറ്റിംഗും അതുപോലെ തന്നെ കയറ്റിറക്കുമതിയൊക്കെ നടത്തുന്ന ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന്റെ സാമ്പത്തിക അതായത് CMRലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും കമ്പനികളുടെയും സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ശരൺ ഹാജരാകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നെങ്കിൽ പക്ഷേ ശരൺ ഇപ്പോൾ മറ്റൊരു ദിവസം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഷിബിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിബിയെ ചോദ്യം ചെയ്തതിനു ശേഷം ബുധനാഴ്ചയാണ് വീണ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കാരണം ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഏത് തരത്തിലാണ് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഒരു കരാർ ഉണ്ടായത്, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാട് ഒപ്പം തന്നെ സേവന വേതന സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് തന്നെയാണ് ED പ്രതീക്ഷിക്കുന്നത്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണയെ ചോദ്യം ചെയ്യുക. ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ഘട്ടമെന്ന് പറയുന്നത്. നേരത്തെ SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളെല്ലാം തന്നെ ED കൈവശം വാങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. 9 പേർക്കാണ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയത്. ഏതായാലും സുപ്രധാനമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ED ഓഫീസിൽ തുടരുകയാണ്. സ്വപ്ന, നിർണായകമായ ചോദ്യം ചെയ്യൽ നിപുണയുടെ ഡയറക്ടർ ഷിബിയസ് കർത്തയെ ചോദ്യം ചെയ്യുകയാണ്. വീണ തൈക്കണ്ടിയെ ബുധനാഴ്ച ചോദ്യം ചെയ്യും. പ്രശാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ് ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞു. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തനക്ഷമമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം. ഇന്നലെ രാത്രി പൂഞ്ച് സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തി. നിയന്ത്രണ രേഖയ്ക്ക് സമീപം താർക്കുടിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി നൽകിയെന്നും അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിർത്തി മേഖലയിൽ സേനാവിന്യാസവും വർദ്ധിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായി വ്യോമമാർഗമുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് 3D എയർ സർവൈലൻസ് റഡാറുകളാണ് പാകിസ്ഥാൻ ഹിരാന ഹിൽസിൽ തയ്യാറാക്കിയത്. പാകിസ്ഥാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ് കിരാന ഹിൽസ്. അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്ക് പാകിസ്ഥാനെ തകർക്കുന്ന മറുപടി ഇനി നൽകുമെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിമാരും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള തിരിച്ചടി ഭയന്നാണ് പാകിസ്ഥാൻ വ്യോമ നിരീക്ഷണം ശക്തമാക്കിയത്. കൂടാതെ പാക് അധീന ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാന്റെ ശ്രമം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപ് സംഘർഷ നാളുകൾക്ക് വിരാമമിട്ട് ഹോർമോസ് കടലിടുക്ക് തുറക്കും. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക നീക്കം. ധാരണ ഒപ്പുവെക്കുക വെള്ളിയാഴ്ച ജനീവയിലാണ്. ലെബനോണിലടക്കം വെടിനിർത്തലുണ്ടാകും. വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചു. 106 ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതായി പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ 80ാം ജന്മദിനാഘോഷ വേളയിലാണ് പ്രഖ്യാപനം. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലും അമേരിക്കയും ധാരണയിലെത്തുന്നത്. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കും. കൂടാതെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായും നീക്കും. കരാറിന്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനാണ് ധാരണയായിരിക്കുന്നത്. അതിനിടെ സമാധാന ചർച്ചകൾ തുടരുമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഇറാന്റെ ആണവ പദ്ധതി, അമേരിക്കൻ ഉപരോധം പൂർണ്ണമായും നീക്കൽ, ലെബനനിലെ യുദ്ധ സാഹചര്യം എന്നിവ ചർച്ചയാകും. പാകിസ്ഥാനാണ് പ്രധാനമായും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്. ജനീവയിൽ വെള്ളിയാഴ്ച സമാധാന കരാർ ഒപ്പുവയ്ക്കാൻ അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനെ പ്രതിനിധീകരിച്ച് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ജനറൽ മുഹമ്മദ് ബാദിർ ഖാലിബാബും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പങ്കെടുക്കും. 47 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അമേരിക്കയും ഇറാനും നേർക്കുനേർ നിർണായകമായ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലെ മൊത്തം എണ്ണവാതക വിതരണത്തിന്റെ പകുതിയിലേറെ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതിനെ തുടർന്നാണ് US സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയത്.
ഏപ്രിൽ 13 ഉപരോധം ആരംഭിച്ചതിന് ശേഷം തങ്ങൾ 9 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കുകയും 135 കപ്പലുകൾ തിരിച്ചുവിടുകയും ചെയ്തതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഹോർമൂസ് തുറക്കുന്നതോടെ നിലവിലെ ഇന്ധന പ്രതിസന്ധി മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. 2024 യൂറോ കപ്പ് നേടിയ സ്പെയിൻ പുതിയ അടവ് നയവുമായാണ് ലോകകപ്പിനെത്തിയിരിക്കുന്നത്. ടീമിൽ ബാഴ്സലോണയിലെ താരങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് താരങ്ങളെ ഒഴിവാക്കിയാണ് ഇത്തവണത്തെ സ്പാനിഷ് ടീം കളത്തിലിറങ്ങുന്നത്. ഇന്ന് രാത്രി 9:30 കുഞ്ഞൻ രാജ്യമായ കേപ്പ് വെർദെയാണ് സ്പെയിൻ നേരിടുന്നത്. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ട്യൂണീഷ്യയെ 1-5 ഗോളുകൾക്ക് സ്വീഡൻ പരാജയപ്പെടുത്തി. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.